Hello friends, അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് എടുക്കാനാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് ഡെലിവേർഡ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇട്ടുണ്ടായിരുന്നു. നമുക്ക് കാർഡ് അപ്രൂവ് ആയ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ ഇതാണ് നമ്മുടെ കാർഡ്. ഞാൻ എന്തായാലും കാർഡിൻ്റെ പാക്കേജ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാക്കേജ്. നോർമൽ നമ്മുടെ കാർഡ് എല്ലാ അവരുടെ വേറെ ബാക്കിയുള്ള കാർഡുകളൊക്കെ വരുന്ന അതേ പാക്കേജ് തന്നെയാണ്. വേറെ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഇപ്പോൾ സിംപ്ലി ക്ലിക്ക് ആയാലും സിംപ്ലി സേവ് ആയാലും ഏത് കാർഡായാലും BPC ആയാലും ജസ്റ്റ് മുകളിലൊരു അവർ എംബിൾ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണുന്നതായിരിക്കും ക്യാഷ് ബാക്ക് കാർഡെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ അൺബോക്സിങ്ങും അതിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക അപ്രൂവൽ ടൈമോ അല്ലെങ്കിൽ അപ്രൂവൽ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കണ്ടു നോക്കാം. ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് താഴെ കൊടുത്തിട്ടും ചെക്കൗട്ട് ആക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഒരു അപ്ലൈ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നൊരു ഈ മാസം തന്നെ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഡിസംബറിൽ തന്നെ അപ്ലൈ ചെയ്തു. ഡിസംബർ ഫസ്റ്റ് വീക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഞാൻ ആക്ച്വലി ചെയ്തത് നമുക്കൊരു വന്നൊരു റെഫറൽ ലിങ്ക് ത്രൂ ആയിരുന്നു. റെഫറൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ റെഫറൽ ലിങ്ക് ത്രൂ ആയിരുന്നു. നമുക്ക് ആക്ച്വലി ഒരു മെസ്സേജ് രൂപത്തിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ ആ ലിങ്ക് കയറി നമ്മൾ ക്ലിക്ക് ചെയ്ത ഡയറക്റ്റ് നമ്മുടെ SBIൻ്റെ സ്പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ പുതിയ അവരുടെ ഒരു ഫാസ്റ്റ് അപ്രൂവലിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അപ്ലൈ പ്രൊസീജിയർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ അവരുടെ സൈറ്റിൽ കൂടെ തന്നെയാണ്. നമുക്ക് നോർമൽ പണ്ടുണ്ടായിരുന്ന മെത്തേഡ് അല്ല ഇത്. സ്പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു പുതിയൊരു മെത്തേഡാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കതിൽ അപ്പം തന്നെ അപ്രൂവ് ആയി കിട്ടുന്നവർക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഡിപ്പെൻസ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് SBIയുടെ അക്കൗണ്ട് അല്ലെങ്കിൽ സാലറി അക്കൗണ്ടുള്ള കുറേ ആൾക്കാർക്കും ഇങ്ങനെ അപ്പം തന്നെ അപ്രൂവ് ആയി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഓൾറെഡി കാർഡ് ഹോൾഡർ ആണെങ്കിൽ അങ്ങനെ കിട്ടും. അപ്പോൾ എൻ്റെ ഞങ്ങൾക്കറിയാം, ഞാൻ ഓൾറെഡി SBI സിംപ്ലി സേവ് എന്ന കാർഡ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പണ്ട് ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി നമ്മൾ ക്ലോസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലെറ്റർ, ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഈ ലെറ്ററിൻ്റെ NOC കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ലെറ്റർ നമുക്ക് SBIയുടെ സൈഡിൽ നിന്ന് ഇതാണ് ആ ലെറ്റർ ഞാൻ പറഞ്ഞത്. പറയാം ഇങ്ങനെ ഒരു ലെറ്റർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഞാൻ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കാർഡ് ക്ലോസ് ചെയ്തതിൻ്റെ ഒരു ലെറ്ററാണ്. അപ്പോൾ നിങ്ങൾ സിംപ്ലി സേവോ അങ്ങനെ എന്തെങ്കിലും കാർഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ വരും. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട. ശരിക്കും ആക്ച്വലി NOC പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്കതിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് അവരുടെ സ്പ്രിൻ്റിൽ ഒരു പുതിയ പരിപാടിയാണ്. നമ്മുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ സംഭവം ഉണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ₹1 അവർ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ തിരിച്ച് ആ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. എൻ്റെ കാര്യത്തിൽ ആക്ച്വലി ഞാൻ എൻ്റെ സൗത്ത് ബാങ്കിൻ്റെ അക്കൗണ്ടിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ ആക്ച്വലി SBI കാർഡിൻ്റെ സൈഡിൽ നിന്ന് ₹1 നമ്മുടെ ഇതിലേക്ക് ആഡായി. പക്ഷേ അടുത്ത സ്റ്റെപ്പ് വന്നപ്പോൾ അതിൽ പറഞ്ഞ് മോർ ഡീറ്റെയിൽസ് വേണം, അതുകൊണ്ട് ഒരു എക്സിക്യൂട്ടീവ് വന്ന് എടുക്കുന്നതാണ് പറഞ്ഞത്. നമുക്ക് ഒരു കിട്ടിയത് അങ്ങോട്ട് തിരിച്ചയക്കാനും പറ്റിയിട്ടില്ല. നോർമലി നമുക്ക് കിട്ടിയത് അങ്ങോട്ട് തിരിച്ചയച്ചു കൊടുക്കണം. ഇത് എനിക്ക് തിരിച്ചയച്ചിട്ടില്ല. ഞാൻ ഒരു കിട്ടിയത് തിരിച്ചയച്ചിട്ടില്ല. അത് അവിടെ വെച്ച് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നല്ല, അവിടെ വെച്ച് തന്നെ ഒരു അടുത്ത സ്റ്റെപ്പ് പോയപ്പോൾ അവർ കാണിച്ചത് മോർ ഡീറ്റെയിൽസ് വേണം, അതുകൊണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അവിടെ വെച്ച സംഭവം നമുക്ക് നമ്പറും കാര്യങ്ങളൊക്കെ തന്നു. അവിടെ വെച്ച സംഭവം കഴിഞ്ഞു. പിന്നെ ഇനിയെല്ലാം ഫിസിക്കലായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതിന് മെസ്സേജ് വന്നിട്ടുണ്ടായത്. നോർമലി കുറേ പേർക്ക് അങ്ങനെ വരാറുണ്ട്. പക്ഷേ ഈ ബാങ്ക് സ്റ്റെപ്പിന് മുമ്പാണ് ആക്ച്വലി അത് വരാറ്. പക്ഷേ നമുക്ക് ഒരു ബാങ്ക് സ്റ്റെപ്പിൻ്റെ ഒരു സ്റ്റേജ് വന്നിട്ട് അടുത്ത സ്റ്റേജ് നിർത്തിയപ്പോൾ കട്ടാക്കിയിട്ട് അവിടെ വെച്ച് വന്നു. അതാണ് സംഭവം ഉണ്ടായത്. ഞാൻ ആക്ച്വലി ചോദിച്ചത് ഇത് മിക്കവാറും റിജക്റ്റ് ആവുമെന്ന് വെച്ചാൽ അവർ വന്നിട്ട് സംഭവം കാശ് ഇങ്ങോട്ട് വന്നു. പിന്നെ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ, എന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ആക്ച്വലി മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നു. അല്ല, ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് മെസ്സേജ് വന്നു. നമ്മൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു മെസ്സേജ് നിങ്ങൾ ഓൾറെഡി വരാനായിരിക്കും. നമ്മൾ എന്ത് കാർഡ് അപ്രൂവ് ചെയ്താലും നമുക്കൊരു റെഫറൻസ് നമ്പർ വെച്ചൊരു മെസ്സേജ് വരും. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഓതറൈസേഷൻ കോഡ് എന്നൊരു സംഭവം നമ്മുടെ ഒരു ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓതറൈസേഷൻ കോഡ് ചെക്ക് ചെയ്യുക. അത് ആക്ച്വലി നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതൊരു വെരിഫിക്കേഷൻ്റെ പോലെ സംഭവമാണ്. നിങ്ങളത് അങ്ങനെ ഒരു മെസ്സേജ് വരികയാണെങ്കിൽ ചെയ്യണം കേട്ടോ. ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കമ്മ്യൂണിറ്റി കാർഡിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓത് കോഡ് എന്നൊരു സംഭവം വരിക. അത് ഞാൻ എൻ്റെ മെസ്സേജ് ഞാൻ ഇവിടെ ഇടാം, സ്ക്രീൻഷോട്ടിലിടാം. അത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമല്ലോ. ചെയ്യാത്തവർക്ക് നോർമലി റിജക്റ്റ് ആവാറുണ്ട്. എന്ന് വെച്ചാൽ അതൊരു നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിൻ്റെ ഒരു വെരിഫിക്കേഷൻ പോലെയാണ്. വലിയ സംഭവം വെച്ചാൽ വലിയ സംഭവമല്ല, പക്ഷേ അതൊരു വെരിഫിക്കേഷൻ പോലെയാണ്. അത് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ അത് ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വരണമെന്നില്ല. ഞാൻ ആക്ച്വലി എന്താ പറയുക, ഞാൻ ആക്ച്വലി അപ്രൂവൽ ആയുള്ള ടൈമിൽ അതിൻ്റെ വീഡിയോ എടുത്ത സമയത്തിലൊക്കെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആക്ച്വലി ഒരു വരിലുണ്ടായപ്പോൾ ഞാൻ ആക്ച്വലി ട്വിറ്ററിൽ ഇവരെ കോൺടാക്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് പ്രസന്റ് സ്റ്റേജാണ്. പിന്നെയും അവർ വിളിക്കണമെന്നില്ല. നോർമലി നമ്മുടെ മെസ്സേജ് വന്നത് ഒരു ഡയറക്റ്റ് എക്സിക്യൂട്ടീവ് വരുന്നു പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുണ്ടാകുന്നത്. പക്ഷേ ഇതൊരു സംഭവം ഉണ്ട്. ഒരു കോളും വിളിച്ചില്ല, ഒന്നും വിളിച്ചിട്ടില്ല.
ഈ ആകെ വന്ന് ഈ ഓതറൈസേഷൻ കോഡ് എന്നൊരു മെസ്സേജാണ്, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വിവരമില്ല. ഞാൻ 2 വട്ടം ട്വിറ്ററിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും സ്ക്രീൻഷോട്ടൊക്കെ ആയിട്ട് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അപ്രൂവൽ മെസ്സേജിൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കണ്ടു നോക്കുക ഫുൾ അതിൻ്റെ പ്രോസസ്സിങ് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ട്വിറ്ററിൽ അയച്ചിട്ടും ഇവർ പറഞ്ഞ പ്രോസസ്സിങ്ങിലാണ്. പിന്നെ അത് നിങ്ങൾക്കറിയായിരിക്കും അവരെല്ലാവരും ഒരു ഫിക്സഡ് ആയിട്ടുള്ള മെസ്സേജ് മാത്രമേ പറയുള്ളൂ, വേറെ ഡീറ്റെയിൽസും അവർ പറയില്ല. അപ്പോൾ ഞാൻ ഇവരെ കസ്റ്റമർ കെയറിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ആക്ച്വലി പ്രോസസ്സിങ്ങിൽ തന്നെയാണ്, നമ്മുടെ കാർഡ് ഡീറ്റെയിൽ വലിയ കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആക്ച്വലി ഇപ്പോൾ ക്രിസ്മസും അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ് എന്താ വെച്ചാൽ നമ്മുടെ എന്താ പറയുക സെയിൽസും കാര്യങ്ങളൊക്കെ വരുന്ന ദിവസമാണല്ലോ, ടൈമാണല്ലോ എന്ന് വെച്ചാൽ ഡിസംബർ ആണല്ലോ. അപ്പോൾ ആക്ച്വലി കാർഡിന് അപ്രൂവൽ റേറ്റ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ കാർഡിൻ്റെ റിക്വസ്റ്റ് വരലും കൂടുതലാണ്. അപ്പോൾ ഈ ടൈമിൽ അപ്ലൈ ചെയ്തവർക്ക് അപ്രൂവൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ അവർ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, വേറെ കാര്യം അവരിങ്ങനെ ചുമ്മാ നോർമലായിട്ടുള്ള സംഭവങ്ങളാണ് പറയാം കസ്റ്റമർ കെയർ ആൾക്കാരൊക്കെ. പക്ഷേ എന്നിട്ട് നമുക്ക് അതിൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഞാൻ അത് വിട്ടു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് രാത്രി ഒരു വൈകുന്നേരം ആണെന്നുണ്ട് എനിക്ക് നമ്മൾ അപ്രൂവൽ മെസ്സേജ് വന്നത്. എനിക്ക് ആക്ച്വലി അത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത് എന്താ വെച്ചാൽ ആക്ച്വലി എൻ്റെ സംഭവം വെച്ചാൽ ഇത് ഞാൻ KYC ചെയ്തിട്ടില്ല, ഫിസിക്കൽ KYC ചെയ്തിട്ടില്ല, വീഡിയോ KYC ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഒരു ഡോക്യുമെൻറ്റും സബ്മിറ്റ് ചെയ്തിട്ടില്ല, ഓൺലൈനും ചെയ്തിട്ടില്ല, മാനുവലും ചെയ്തിട്ടില്ല. ഇത് ആക്ച്വലി സംഭവത്തിൽ ഞാൻ നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ കുറേ ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോ ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് അൺബോക്സിങ്. ഞാൻ എൻ്റെ കുറേ ക്രെഡിറ്റ് കാർഡ് ഉള്ളതാണ്, ഓൾമോസ്റ്റ് ഞാൻ 6 കൊല്ലമായിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഫൈൽ അടക്കം നമ്മുടെ ഈ സെൻട്രൽ KYC എന്നൊരു സംഭവമുണ്ട്, CKYC എന്ന് പറയും. അതിൽ രജിസ്റ്റേർഡ് ആണ്. ആക്ച്വലി ബാങ്കുകൾക്കൊക്കെ ഇത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ CKYC രജിസ്റ്റർ നിങ്ങൾക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അപ്ലൈ ചെയ്യുന്ന സംഭവങ്ങൾക്കൊന്നും നമുക്ക് ഈ KYCയോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സോ ആയുള്ളൊന്നും ഒരു 90% ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഇതേ കേസ് തന്നെ എനിക്ക് BOB ഉണ്ടായത്. BOB പക്ഷേ പലർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, നോർമൽ ജസ്റ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഒന്നും ഉണ്ടാകുന്നില്ല, ഇതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഈ സെൻട്രൽ KYCയിൽ രജിസ്റ്റേർഡ് ആയുള്ള ഗുണം അതാണ്, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ടായിരിക്കും, നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ കൊടുക്കുന്നു വേണ്ട, എല്ലാവർക്കും അവിടെ നിന്ന് വെരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കേസിലുണ്ടായത് അതാണ്, സെൻട്രൽ KYC ഒരു വെരിഫിക്കേഷൻ ചെയ്തിട്ടാണ് നമുക്ക് ആക്ച്വലി അപ്രൂവൽ തന്നേക്കുന്നത്. അപ്പോൾ ആ കാർഡാണ് ഇപ്പോൾ നമ്മൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഞാൻ കാർഡ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമുക്ക് ഫുൾ ക്ലിയർ ആയിട്ട് കാണില്ല. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കേജ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കാണാം SBI കാർഡിൽ നിന്ന് ഓൾ ചെയ്തിട്ടുണ്ട്, ക്യാഷ് ബാക്ക് SBI കാർഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല, നമ്മുടെ നോർമൽ ബാക്കി എല്ലാ ക്രെഡിറ്റ് കാർഡുകളുടെയും ക്രെഡിറ്റ് കാർഡിന് വരെ എല്ലാ SBIയുടെ ക്രെഡിറ്റ് കാർഡ് വരുന്ന അതേ പാക്കേജിങ് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ബ്ലർ ചെയ്തിട്ടുണ്ട്, ബ്ലറല്ല നമ്മൾ ടീം പൊടിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇവിടെ പേരോടെ കാണാൻ പറ്റുന്നതായിരിക്കും, എൻ്റെ പേരോടെ കാണുന്നുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഒരു ഡോക്യുമെൻറ്റും ഒരു ഇൻകം പ്രൂഫോ ഒരു KYC ഒന്നും ചെയ്യാണ്ട് കിട്ടിയ കാർഡാണ് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ഫുൾ എങ്ങനെ കിട്ടിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ ഫ്രണ്ട് ഓൾറെഡി നിങ്ങൾ വീഡിയോ കണ്ടിട്ടായിരിക്കും വന്നേക്കുന്നത്. അപ്പോൾ അതിന് കാണാത്തൊരു അടിച്ചു പോയവരാണെങ്കിൽ ഒന്ന് ഫ്രണ്ടിലേക്ക് എടുത്ത് നോക്കട്ടെ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യണം. ഫുള്ള് സീൽഡ് തന്നെയാണ് വന്നേക്കുന്നത്. ഫുള്ളി സീൽഡ് തന്നെയാണ്. ഓക്കെ, സീൽഡ് തന്നെയാണ്. ചെക്ക് ചെയ്യാനല്ലെങ്കിൽ നമുക്ക് പണിയാണേ. ഇതിൻ്റെ എങ്ങനെ കട്ട് ചെയ്യാം? മുകളിൽ നിന്ന് കട്ട് ചെയ്യാം. ഗമ്മുണ്ട് കേട്ടോ ഇവിടെ ഫുള്ളായിട്ട്. ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ മുകളിൽ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഞാൻ പണ്ട് പറയാറുണ്ട്, നമുക്ക് വന്നേക്കുന്ന കാർഡോ അല്ലെങ്കിൽ ഒന്നിനും നമ്മൾ ആക്ച്വലി ബോക്സും കവറൊന്നും പറയാറില്ല. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. SBIയുടെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ക്ലോസ് ചെയ്ത കാർഡിൻ്റെ ഒരു ലെറ്റർ വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവർ പോയി കണ്ടു. അതിന് ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്രണ്ടിൽ നിന്ന് കവർ ചെയ്താണ് കേട്ടോ. ഞാൻ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ നീറ്റായിട്ട് കട്ട് ചെയ്തൊക്കെയാണ്. ഓക്കെ, അത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഇതന്നെ ഉള്ളൂ. ഓക്കെ, മാറ്റി വയ്ക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ കിട്ടണേ? പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഇവരുടെ സ്ഥിരം കിട്ടുന്നതാണ്. അതൊക്കെ 1 ടൈം പാസ്വേഡും OTPയും CVV ഒന്നും ഷെയർ ചെയ്ത് തോന്നിയിട്ട്, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്ത് തോന്നിയിട്ട് ഒരു ലെറ്റർ ഹെഡാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ക്യാഷ് ബാക്ക് കാർഡിൻ്റെ മാത്രമായിട്ടുള്ള ഇറ്റ് കീപ്സ് ഗിവിങ് ബാക്ക് എന്നിട്ട് ഒരു ക്യാഷ് ബാക്ക് കാർഡിൻ്റെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. അല്ല, ഒരു എൻവലപ്പ് കൊടുത്തിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 5% ക്യാഷ് ബാക്ക് ആണ് എവറി ഓൺലൈൻ സ്പെൻഡ്. ഞാൻ ആക്ച്വലി കാർഡ് വരാണ്ട് മുമ്പ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. പക്ഷേ ആക്ച്വലി എൻ്റെ ഒരു കസിൻ ആക്ച്വലി ഫോൺ എടുക്കാൻ വേണ്ടി ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിന് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1% ക്യാഷ് ബാക്ക് ഓൺ ഓൾ ഓഫ്ലൈൻ സ്പെൻഡ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിനും ക്യാഷ് ബാക്ക് ആയിട്ട് ഓട്ടോ ക്രെഡിറ്റ് യുവർ SBI കാർഡ് അക്കൗണ്ട് എവരി മന്താണ്. 4 നമുക്ക് കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് വരുന്നുണ്ട്. 1 വിസിറ്റ് പെർ ക്വാർട്ടറാണ്. ജോയിൻ ഫീസ് ഇപ്പോൾ ഇല്ല. റിന്യൂവൽ ഫീസ് വരുന്നത് 999 + GST ആണ്. അപ്പോൾ 1100 സംതിങ് റേഞ്ച് വരും.
2 lakhs സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കത് വേവ് ഓഫ് ചെയ്യും. 1% ഫ്യൂൽ ചാർജ് വേവ് ഓഫ് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഫ്യൂൽ സർചാർജ് വേവ് ഓഫ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ക്യാഷ് ബാക്ക് നോട്ട് അപ്ലിക്കബിൾ ഓൺ റെൻറ്റ് പേയ്മെൻറ്റ്, ഫ്യൂവൽ സ്പെൻസ്, വാലറ്റ് ലോഡ്, മർച്ചൻറ്റ് EMI, ക്യാഷ് അഡ്വാൻസസ്, ബാലൻസ് ട്രാൻസ്ഫർ, ആൻഡ് ക്യാഷ് ആൻഡ് ഫ്ലെക്സി പേ. ഇതിനൊന്നും നമുക്ക് ക്യാഷ് ബാക്ക് ഇല്ല കേട്ടോ. അതായത് EMI-നൊന്നും ഇല്ല, ഫ്യൂവൽ ഇല്ല, റൺ പേയ്മെൻറ്റ് ഇല്ല. ഗോൾഡിന് മാത്രം കൊടുത്തിട്ടില്ല. ഇനി ഗോൾഡിന് ഉണ്ടാവുമോ? പിന്നെ സർചാർജ് വേവ് ഓഫ് കിട്ടണമെങ്കിൽ നമുക്ക് 500 ടു മിനിമം 3000. 500 മിനിമം വരുന്നുണ്ട്. 500 to 3000 വേണം, എന്നാലും നമുക്ക് സർചാർജ് കിട്ടുള്ളൂ. മാക്സിമം ഒരു സൈക്കിളിൽ 100 രൂപ കിട്ടുള്ളൂ കേട്ടോ സർചാർജ് വേവ് ഓഫ്. ക്യാഷ് ബാക്ക് ഗെറ്റ്സ് ക്രെഡിറ്റഡ് വിത്തിൻ 2 വർക്കിംഗ് ഡേയ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കയറുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാനതൊന്ന് നോക്കട്ടെ. ഓരോ കാർഡ് ഹൈഡൊക്കെ ചെയ്തിട്ടില്ല. എന്തായാലും ഇതിൽ ഫ്രണ്ടിലില്ലാത്ത കാർഡാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ കാർഡ് നിങ്ങൾക്ക് താഴെ കാണാം. ഇതിൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ബാക്കിലാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കാണിക്കാം, അതിനെ ഗുണമുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്റ്റേ അലൈറ്റ് ഡു നോട്ട് ഷെയർ യുവർ കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV പിൻ, OTP വിത്ത് എനിവൺ കൊടുത്തിട്ടുണ്ട്. 4-digit പിൻ ഓഫ് യുവർ ക്യാഷ് ബാക്ക് ഫിഗർ വിൽ ഡെലിവേർഡ് ഐദർ ടു രജിസ്റ്റേർഡ് മെയിലിംഗ് അഡ്രസ്. പിന്നെ നമുക്ക് ഇപ്പോൾ പണ്ടാണ് നമുക്ക് ഈ ഡെലിവറി ഒക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മൾ പോയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവരുടെ SBI കാർഡ് ആപ്പ് ത്രൂ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് കേട്ടോ. അപ്പോൾ ഞാൻ കാർഡ് നിർത്തട്ടെ. ഞാൻ ലിമിറ്റൊക്കെ എന്നിട്ട് കാണിച്ചു തരാം. ഞാൻ എന്താ കാർഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാർഡ്. കാർഡിൻ്റെ കളറൊക്കെ കൊള്ളാം, പക്ഷേ ക്വാളിറ്റി ഒരു ആവറേജ് എന്നേ പറയുള്ളൂ. ഒരു ഗ്ലോസി ഫിനിഷാണ്. ഇപ്പോൾ NFC-യുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്, എൻ്റെ പേര് അടിച്ചിട്ടുണ്ട്, ക്യാഷ് ബാക്ക് കൊടുത്തിട്ടുണ്ട്, SBI കാർഡിൻ്റെ ലോഗോ മുകളിലുണ്ട്, വിസയുണ്ട്. ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കാർഡ് ഡീറ്റെയിൽസും കാർഡൊക്കെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ഞാൻ കാർഡിൻ്റെ ബാക്ക് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലിമിറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഈ സൈഡിൽ നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹൈഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രൈമറി കാർഡ് നമ്പർ അവർ ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ബ്ലർ ചെയ്യും. ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് വന്നിരിക്കുന്നത് 86,000 ആണ് കേട്ടോ. ക്യാഷ് ലിമിറ്റ് 17,000. ക്രെഡിറ്റ് ലിമിറ്റ് എനിക്ക് 86,000 എൻ്റെ 6 കൊല്ലം പണ്ടത്തെ RBI കാർഡിൻ്റെ ലിമിറ്റ് അവർ തന്നിരിക്കുന്നത്. പിന്നെ ഇൻകം പ്രൂഫും കാര്യങ്ങളൊന്നും ചോദിക്കാണ്ട് ചുമ്മാ ഒരു അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത് കൊണ്ട് നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും നമുക്ക് 6 മാസം കഴിഞ്ഞ് നമുക്ക് ആക്ച്വലി നമ്മുടെ സാലറി പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ച്, അല്ലെങ്കിൽ സാലറി പ്രൂഫോ ITR ഒക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ലിമിറ്റ് ഇൻക്രീസിന് വേണമെങ്കിൽ കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. 86,000 വലിയ കുറവൊന്നുമല്ല. എന്നാലും ബാക്കിയുള്ള കാർഡ് വെച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഞാൻ ഫസ്റ്റ് കാർഡ് എടുക്കുന്നത് RBL കാർഡായിരുന്നു. അത് നമുക്ക് ഇപ്പോൾ തന്നെ ഉണ്ടായിരുന്നു ഈ ലിമിറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. 86,000 കുറവൊന്നുമല്ല, അത് കുറവൊന്നുമില്ല, ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇത് വെച്ചിട്ടാണല്ലോ അവർ ശരിക്കും നോക്കുന്നത്. പിന്നെ ഇതൊന്നും ചെയ്യാനാണ്. പിന്നെ നമുക്ക് കുറേ ക്രെഡിറ്റ് കാർഡുണ്ടാകുമ്പോൾ നമ്മൾ നോർമലി നമ്മുടെ കാർഡ് ലിമിറ്റും കുറഞ്ഞു വരും. അത് വേറെ കാര്യം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേഷൻ ഡേറ്റ് കൊടുത്ത് 3rd ആണ് കേട്ടോ. 3rd of February എന്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അൺബോക്സിങ്. ഇനി നമുക്ക് ആക്ച്വലി ഞാൻ കാർഡ് ഇതിൻ്റെ SBI ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി അത് നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് അവരൊരു ആപ്പ് വരുന്നത്. അപ്പോൾ SBI കാർഡ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് അവർ വരുന്നത് കണ്ടോ. ഈ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ആക്ച്വലി എൻ്റെ ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മറന്നുപോയി. എന്നുവെച്ചാൽ ഫോൺ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുത്തപ്പോഴേക്കും മറന്നു ഞാനത്. ഇതിപ്പോൾ യൂസർ നെയിം കാര്യങ്ങളൊക്കെ അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി സൈനപ്പ് ചെയ്യണം. അപ്പോൾ ഞാനത് സൈനപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കണ്ടായിരിക്കും ഞാൻ ഓൾറെഡി നമ്മുടെ ആപ്പിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ആക്ച്വലി നമ്മൾ ചെയ്തേക്കുന്ന ഫുൾ ട്രാൻസാക്ഷൻ വന്നിട്ടില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ 1216 ഒരു സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൺലൈൻ വഴി. അപ്പോൾ അതിന് നമുക്ക് 1200 രൂപയുടെ സ്പെൻഡ് ചെയ്തപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടിയത് 60 രൂപയാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3rd വരിക. പിന്നെ എൻ്റെ ഒരു കസിന് ആക്ച്വലി ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ 30% യൂട്ടിലൈസേഷൻ ആയി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ തൽക്കാലം ഇത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതാണ് എൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എന്താ പറയുക ബ്ലർ ചെയ്യും കേട്ടോ മുകളിലത്തെ ഇതൊക്കെ. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു റെഫറൽ ലിങ്ക് നമ്മുടെ താഴെ കൊടുക്കുന്നുണ്ട്. ക്യാഷ് ബാക്ക് കാർഡിൻ്റെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ റെഫറൽ ലിങ്കാണ്. അപ്പോൾ ഡയറക്റ്റ് SBIയുടെ റെഫറൽ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് റെഫറിങ് ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് എന്താ പറയുക അപ്രൂവ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഞാൻ മുമ്പേ പറയുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് കാണാം. ബൈ.